ഹലോ ഡിയേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എ ഷിപ്പ് റെക്കഡ് സെയിലറാണ്. അപ്പം 5 പാരഗ്രാഫാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വെലാസ്കോ ആണ്. ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു സെയിലറാണ് വെലാസ്കോ. അപ്പോൾ അവരുടെ ഷിപ്പ് കരീബിയൻ സീയിൽ വെച്ചിട്ട് തകരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്നിട്ട് അതിന് ശേഷം അതേപോലെ വെലാസ്കോയ്ക്കും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഷിപ്പ് മേറ്റ്സിന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ കാണുന്നത്. എല്ലാവരും എന്ത് ചെയ്യുകയാണ്, എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാനുള്ള നെട്ടോട്ടമാണ് അല്ലേ. ആ ഒരു നടുക്കടലിലാണ് എല്ലാവരും. അതിനിടയിലാണ് നമ്മുടെ വെലാസ്കോയ്ക്ക് എന്ത് കിട്ടിയ, ഒരു റാഫ്റ്റ് കിട്ടിയത്, ചങ്ങാടം കിട്ടിയത്. അപ്പോൾ വെലാസ്കോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ആ റാഫ്റ്റിൽ കയറിക്കൂടി. പക്ഷെ അതിലിരുന്ന് തുഴയാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവം, ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല കാറ്റുണ്ട്, ശക്തമായിട്ടുള്ള കാറ്റുണ്ട്. അപ്പോൾ ഈ വേവ്സിൻ്റെ ആ ഒരു സ്ട്രോങ് കാരണം തുഴയാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുവരെ ആയിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു? ഷിപ്പ്മേറ്റ്സ് നമ്മൾ കാരബെല്ല ഉണ്ട്, അതുപോലെ കാസ്റ്റിലോ, റെഞ്ചിഫോ, റമൻ ഹെറേറ, ഇവരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാരബെല്ലോയ്ക്ക് ഈ ഒരു റാഫ്റ്റ് കിട്ടിയ സമയത്ത് എല്ലാവരും ആ ഒരു റാഫ്റ്റിന് ലക്ഷ്യം വെച്ചിട്ട് നീന്താൻ തുടങ്ങി. ഇപ്പോൾ റമൻ ഹെറേറ ആയാലും അതേപോലെ റെഞ്ചിഫോ എങ്ങനെയായിരുന്നു, കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് തൻ്റെ ഹെഡ്സെറ്റൊക്കെ ഒരു ഹെഡ്ഫോൺ കയ്യിൽ വെച്ച് ഉയർത്തിപ്പിടിച്ചതുപോലെയായിരുന്നു നീന്തിയിരുന്നത്. അതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി 6th പാരഗ്രാഫ് നോക്കാം. If I had to decide, I wouldn't have known which of my mates to go after first. But when I saw Herrera, the happy young man from Arjona who had been with me only a few moments before, I began to paddle furiously. എന്താ അതിൽ പറയുന്നത്? If I had to decide, I wouldn't have known which of my mates to go after first. അപ്പോൾ വെലാസ്കോയ്ക്ക് അറിയില്ലായിരുന്നു, എനിക്കറിയില്ല ആരുടെ അടുത്തേക്കാണ് ഫസ്റ്റ് പോകേണ്ടതെന്ന്. ഐ ഹാഡ് ടു ഡിസൈഡ്, ഐ വുഡിൻറ്റ് ഹാവ് നോൺ. എന്താണ്, എനിക്കറിയില്ല. വെലാസ്കോ പറയുകയാണ്, എനിക്കറിയില്ല ആരുടെ അടുത്തേക്കാണ് ഫസ്റ്റ് പോകേണ്ടതെന്ന്. ഒരു ഭാഗത്ത് റമൻ ഹെറേറ ഉണ്ട്, മറുഭാഗത്ത് വേറൊരു ഭാഗത്ത് റെഞ്ചിഫോ, ഒരു ഭാഗത്ത് കാസ്റ്റിലോയും കാരബെല്ലോ ഉണ്ട്. അപ്പോൾ ആരുടെ അടുത്തേക്കാണ് ഈ ചങ്ങാടം ഫസ്റ്റ് കൊണ്ടുപോകാന്നുള്ള കൺഫ്യൂഷനിലാണ് വെലാസ്കോ. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. പക്ഷേ ഞാൻ ആരെ കണ്ടു? ഹെറേറയെ കണ്ടു. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ വളരെ ഹാപ്പി ആയിരുന്ന ഒരു മനുഷ്യനാണ്, യങ് മാൻ ആയിരുന്നു ആ ഒരു ഹെറേറ. അയാളുടെ സ്ഥലം അർജോണയിൽ നിന്നുള്ള ആളാണ് ഹെറേറ. പക്ഷെ കുറച്ച് മുന്നേ വരെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു യങ് മാൻ ആയിരുന്നു ഹെറേറ. ഐ ബിഗാൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി. അതുകൊണ്ട് ഞാൻ ഹെറേറയുടെ അടുത്തേക്കായിട്ട് തുഴഞ്ഞു. ബട്ട് ദ ലിഫ്റ്റ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. പക്ഷേ ആ ഒരു ഹെറേറയുടെ അടുത്തുനിന്ന് ആ ഒരു ചങ്ങാടം നിൽക്കുന്നത് 2 meters ഡിസ്റ്റൻസിലായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ ആൻഡ് ഐ ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. ആ ഒരു അപകടം പിടിച്ച ആ ഒരു സീയിലൂടെ തുഴഞ്ഞു പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ ആൻഡ് ഐ ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. അതുപോലെ ആ ഒരു കാറ്റിൻ്റെ എതിരായിട്ട് തുഴഞ്ഞു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. 1 മീറ്ററിൽ അങ്ങനെ പോവില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. 1 മീറ്ററിൽ എങ്ങനെയോ 1 മീറ്റർ എത്തി. Desperate, I looked around once more and saw that Herrera had disappeared. പക്ഷേ അതിനുശേഷം എന്താണ്, ഒരു നിരാശയാണ് ഉണ്ടായത്. അവിടെ എത്തിയപ്പോൾ ഹെറേറയെ കാണാൻ 1 മീറ്റർ ആയപ്പോഴേക്കും ഹെറേറയെ കാണാതെ ഡിസപ്പിയർഡായി, അപ്രത്യക്ഷരായി. ഓൺലി റെഞ്ചിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി ടുവേർഡ്സ് ദി റാഫ്റ്റ്. പക്ഷേ ആരും മാത്രം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ നീന്തുന്നുണ്ട് നമ്മുടെ റെഞ്ചിഫോ. അതും റാഫ്റ്റിൻ്റെ ലക്ഷ്യം വെച്ചിട്ടാണ് നീന്തുന്നത്. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. എനിക്ക് ഉറപ്പായിരുന്നു അയാൾക്ക്, റെഞ്ചിഫോക്ക് അത് കിട്ടും, റാഫ്റ്റ് പിടിക്കാൻ കഴിയുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഐ ഹാഡ് ഹിയർഡ് ഹിം സ്നോറിങ് ബിലോ മൈ ബങ്ക് ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദി സീ.
ഞാൻ അയാളുടെ കൂർക്കം വലി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കിടക്കുന്ന സമയത്ത് ചില ഒരു ഷിപ്പിൽ കിടക്കുമ്പോൾ അങ്ങനെ തട്ടുതട്ടായിട്ടുള്ള ബെഡുകളായിരിക്കും. അപ്പോൾ ആ ഒരു അയാളുടെ ഈ റെഞ്ചിഫോയുടെ ബെഡിൻ്റെ താഴെയായിട്ടായിരുന്നു വെലാസ്കോ കിടന്നത്. അപ്പോൾ അയാളുടെ ഒരു കൂർക്കം വലി കേട്ടിരുന്നു. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദി സീ. എന്താണ്, എനിക്ക് ഉറപ്പുണ്ട് എന്ത്, അയാളുടെ ആ ഒരു സെറനിറ്റി, ആ ഒരു പ്രസന്നത അല്ലെങ്കിൽ ആ ഒരു ശാന്തത കടലിനേക്കാളും സ്ട്രോങ് ആണ്, ശക്തമാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇൻ കോൺട്രാസ്റ്റ്, Carabello was struggling with Castillo so that Castillo wouldn't let go of his neck. അപ്പോൾ അടുത്ത മറുഭാഗത്ത് ആരുണ്ട്? കരബെല്ലയും കാസ്റ്റിലോയും അല്ലേ. കരബെല്ലയുടെ കഴുത്ത് പിടിച്ച് നിൽക്കുകയാണ് ആര്? കാസ്റ്റിലോ നീന്താണ്. അപ്പോൾ കാസ്റ്റിലോയെ മാക്സിമം സേവ് ചെയ്യുന്നുണ്ട് കരബെല്ലോ തൻ്റെ നെക്കിൽ നിന്നും കാസ്റ്റിലോയെ വിടാതെ സൂക്ഷിക്കുന്നുണ്ട്. ദേ വർ ലെസ് ദാൻ 3 meters അവേ. അവർ ഒരു 3 മീറ്ററോളം ഇല്ല, അവർ അത്രേ ദൂരേ ഉള്ളൂ. ആ ഒരു റാഫ്റ്റിൻ്റെ ഒരു 3 മീറ്ററിൻ്റെ അടുത്തോളം എത്തിയിട്ടുണ്ട് അവർ. ഐ ഫിഗേർഡ് ദാറ്റ് ഇഫ് ദേ got just a little closer, I could hold out an oar for them to grab. അവർ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു തുഴ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതിൽ അവർക്ക് പിടിച്ച് കയറായിരുന്നു. ചില ഒരു 3 മീറ്ററോളം അടുത്താണ് അവർ. കുറച്ചും കൂടെ വന്നിരുന്നെങ്കിൽ ആ ഒരു തുഴ ഇട്ട് കൊടുത്താൽ അവർക്ക് ആ തുഴയെ പിടിച്ചിട്ട് ഈ ഒരു റാഫ്റ്റിൽ കയറാമായിരുന്നു എന്നാണ് വെലാസ്കോ പറയുന്നത്. But at that moment a gigantic wave lifted the raft, and from the top of the huge crest I could see the mast of the small ship heading away from me. പക്ഷേ ആ ഒരു സമയത്താണ് ജൈജാൻറ്റിക് വേവ്, വളരെ ശക്തമായിട്ടുള്ളൊരു തിരമാല അടിച്ചത്. അതെന്ത് ചെയ്തു? റാഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്തു, ഉയർത്തി. ആൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ് ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദ സ്മോൾ ഷിപ്പ് ഹെഡിങ് അവേ ഫ്രം മീ. അപ്പോൾ അങ്ങനെ തിരമാലയിൽ പെട്ടപ്പോൾ തിരമാല അങ്ങനെ പൊന്തുന്ന ആ ക്രസ്റ്റ് ഭാഗത്ത് എത്തിയപ്പോൾ വെലാസ്കോ കണ്ടു എന്ത്, ആ ഒരു ഷിപ്പിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, ഹെഡിങ് അവേ ഫ്രം മീ. വെൻ ഐ കെയിം വെച്ചാൽ അവിടെ തകർന്ന ആ ഒരു ഷിപ്പുണ്ടല്ലോ, അവർ മുങ്ങിപ്പോയി, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ആ ഒരു ഉയർന്ന സമയത്ത്, ആ തിരമാലയിൽ പെട്ടിട്ട് ഉയർന്ന സമയത്ത്, ക്രസ്റ്റിലെത്തിയ സമയത്ത് വെലാസ്കോ കണ്ടു. When I came down again, Carabello had vanished with Castillo hanging on to his neck. ഒരു തിരമാലയെ പെട്ട് ഇങ്ങനെ ഉയർന്ന് ഇങ്ങോട്ട് താഴ്ന്നപ്പോൾ ഇത് താഴത്തെത്തിയപ്പോഴേക്കും കരബെല്ലോയും അതേപോലെ കാസ്റ്റിലോയും കാണാതായി. Along 2 meters away, Rengifo was still swimming calmly towards the reef. പക്ഷേ 2 മീറ്റർ അപ്പുറത്ത് ആരുണ്ട്? റെഞ്ചിഫോ ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്, വളരെ കാമായിട്ട് തന്നെയാണ് നീന്തുന്നത്, ആ റാഫ്റ്റിലേക്കാണ് നീന്തുന്നത്. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. പക്ഷെ ഞാൻ എന്തൊരു പൊട്ടത്തരം കാണിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്. എന്തൊരു പൊട്ടത്തരമാണ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ പൊട്ടത്തരം കാണിക്കുന്നത്. ചിലർ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? നോയിങ് ഐ കുഡിൻ മൂവ് ഫോർവേഡ്, എനിക്കറിയാം മുന്നോട്ട് പോകാൻ, ഈ ചങ്ങാടത്തിലൊന്നും കയറിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയാം, പിന്നെ എന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് ആ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, അബ്സേർഡ് തിങ് എന്ന് പറയുന്നത് അവിടെ അതാണ്. I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. ആ ഒരു ഓറ് വെച്ചിട്ട് തുഴയാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്, തുഴഞ്ഞാലും മുന്നോട്ട് അധികം പോവില്ല എന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാണ്, ആ ഒരു ആങ്കർ ആ ഒരു തുഴ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, ഇവിടെ മൂവ് ചെയ്യാതെ. ചില കാറ്റിൽ പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാതിരിക്കുകയാണ് ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആര്? വെലാസ്കോ. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso, row over here." അപ്പോൾ റെഞ്ചിഫോ അവിടെ നിന്ന് വിളിച്ച് പോകുന്നുണ്ട്, ഒരു ഹെഡ്ഫോണ് മേലെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് വിളിച്ച് പോകുന്നത് പോലെ. എങ്ങനെയാണ് പറയുന്നത്? ഫാറ്റ്സോ, തടിയാ, റോ ഓവർ ഹിയർ, ഇങ്ങോട്ട് വാ, ചങ്ങാടമായിട്ട് ഇങ്ങോട്ട് വാ എന്ന് വിളിച്ച് പോകുന്നുണ്ട്. The wind was blowing from his direction. I yelled that I couldn't row against the wind. ആ വിൻഡ് എങ്ങനെയായിരുന്നു? റെഞ്ചിഫോയുടെ ഭാഗത്തു നിന്നായിരുന്നു വീശിയിരുന്നത്, അതുകൊണ്ട് തന്നെ
അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അത് വെലാസ്കോ വിളിച്ച് പറഞ്ഞത് ഐ കുഡിൻ ഡ്രോ അഗെയിൻസ്റ്റ് ഈ ഒരു വിൻഡിനെതിരായിട്ട് തുഴയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഹി ഷുഡ് മേക്ക് അനദർ ട്രൈ. അതുകൊണ്ട് തന്നെ രഞ്ജിഫോ വീണ്ടും ശ്രമിക്കണം, നീന്തി വരണം ഇങ്ങോട്ടെന്നാണ് ഉദ്ദേശിച്ചത്. ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡൻ ഹിയർ മീ. പക്ഷേ വെലാസ്കോക്ക് അറിയായിരുന്നു അത് അയാൾ കേട്ടിട്ടുണ്ടാവില്ല, പറഞ്ഞത് അയാൾ കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് വെലാസ്കോക്ക് അറിയായിരുന്നു. അപ്പോൾ രഞ്ജിഫോ വിളിക്കാനില്ല, രഞ്ജിഫോ ഈ വെലാസ്കോയെ കണ്ടപ്പോൾ വിളിക്കുകയാണ്, ആ റാഫ്റ്റായിട്ട് തൻ്റെ അടുത്തേക്ക് വരാൻ വിളിക്കുകയാണ്. പക്ഷേ വെലാസ്കോയ്ക്കാണെങ്കിൽ ആ ഒരു കാറ്റ് കാരണം വെച്ചാൽ എതിർദിശയിലായിട്ടാണ് കാറ്റ് വരുന്നത്. അപ്പോൾ രഞ്ജിഫോയുടെ ഭാഗത്തു നിന്നാണ് കാറ്റടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഒരു കാറ്റ് എതിർദിശയിലായതുകൊണ്ട് ഈ റാഫ്റ്റ് മൂവ് ചെയ്യിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. അത് പറയുന്നുണ്ട്. പക്ഷെ വെലാസ്കോ രഞ്ജിഫോട് പറയുന്നുണ്ട്. പക്ഷെ രഞ്ജിഫോ അത് കേട്ടിട്ടില്ല എന്നുള്ളത് വെലാസ്കോക്ക് അറിയാം. The crates of cargo had disappeared and the life raft danced from side to side, battered by the waves. അപ്പോൾ ആ ഒരു നമ്മൾ ആ ഒരു ഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു കാർഗോസിലുള്ള ഒരു ക്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം വെച്ചാൽ മരപ്പെട്ടികൾ, ചെറിയ ചെറിയ കഷ്ണമായിട്ടുള്ള ആ ഒരു പെട്ടികൾ, അതൊക്കെ എന്തായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ഓരോ ഭാഗത്തേക്കായിട്ട് അങ്ങനെ നീങ്ങുന്നുണ്ട്. In an instant, I was 5 meters away from Rengifo and had lost sight of him. പക്ഷേ ഇപ്പം ഇങ്ങനെ ചങ്ങാടം നീങ്ങി പോവാണ്. രഞ്ജിഫോയിൽ നിന്നും കാരണം എതിർദിശയിൽ നിന്നാണ്, രഞ്ജിഫോയുടെ ഭാഗത്തു നിന്നാണ് കാറ്റ് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ എത്ര മീറ്റർ അകലെയായി? രഞ്ജിഫോയുടെ അടുത്തുനിന്ന് 5 മീറ്റർ അകലെയായി ഈ ചങ്ങാടം. ആൻഡ് ഈ ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം. അപ്പോൾ എന്തായി? രഞ്ജിഫോയെ പിന്നെ കാണാനില്ല. ഈ 5 മീറ്റർ അകലെ ആയപ്പോൾ, ദൂരെ ആയപ്പോൾ രഞ്ജിഫോയെ വെലാസ്കോയ്ക്ക് കാണുന്നില്ല. ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്, സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചിട്ടുള്ളത്? രഞ്ജിഫോ ഒന്ന് മുങ്ങിയതാണ് വെച്ചാൽ, ഒന്ന് മുങ്ങിയിട്ട് പൊന്നുമില്ല, വേറൊരു സ്ഥലത്ത് പൊങ്ങുകയാണ് ചെയ്തത്. ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്ത് പൊങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വേവ്സിൻ്റെ ആ ശക്തി കാരണം വേറെ എവിടെയെങ്കിലും പോകണ്ടെന്നുള്ള കരുതിയിട്ടാണ് രഞ്ജിഫോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒന്ന് മുങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് പൊങ്ങുക, വേറൊരു സ്പോട്ടിൽ പൊങ്ങുകയാണ് ചെയ്തത്. I stood up, holding out the oar, hoping Rengifo could get close enough to reach it. അപ്പോൾ ഇയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു വെച്ചാൽ, വെലാസ്കോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു രഞ്ജിഫോ ഇപ്പോൾ പിടിക്കും. പക്ഷേ രഞ്ജിഫോയ്ക്ക് നല്ല ഹോപ്പുണ്ട് വെച്ചാൽ, പ്രതീക്ഷയുണ്ട്. എങ്ങനെയെങ്കിലും ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ടായിരുന്നു രഞ്ജിഫോ നീന്തിയിരുന്നത്. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ്, ലോസിങ് ഹാർട്ട്. പക്ഷേ ഇപ്പോൾ അയാൾ എന്തായി? വെലാസ്കോയ്ക്ക് കാണാമായിരുന്നു അയാൾ ക്ഷീണിതനാണ്. അതേപോലെ അയാളുടെ ആത്മവിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലായി, വെലാസ്കോയ്ക്ക് മനസ്സിലായി. ഹി കോൾ ടു മീ അഗെയിൻ സിംഗിങ് ഫാറ്റ്സോ. അപ്പോൾ രഞ്ജിഫോ ആ മുങ്ങുന്നതിൻ്റെ ഇടയിൽ അയാൾ അത്രയും ടയർഡായി, നീന്താൻ വയ്യാതായി, അത്രയും അവശനായപ്പോൾ അയാൾ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാൾ വിളിച്ച് കൂവുന്നുണ്ട്, ഫാറ്റ്സോ, തടിയാന്ന് വിളിച്ച് കൂവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്? ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീന്തി ആ ഒരു റാഫ്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ വെലാസ്കോയ്ക്കാണെങ്കിൽ ആ റാഫ്റ്റ് അവരുടെ അടുത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടും അതുപോലെ വേവ്സ് ആ ഒരു അടുത്തെത്തി എന്നായപ്പോഴേക്കും വേവ്സ് തിരിച്ചു വിടുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത്രയും സീ എന്തായിട്ടുണ്ട്? സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് വെച്ചാൽ, അത്രയും ശക്തമായ തിരമാലകൾ, ഇതിൻ്റെ ഇടയിൽ ഇവരൊക്കെ രക്ഷിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. വെലാസ്കോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രഞ്ജിഫോനെ രക്ഷിക്കാനായാലും അല്ലെങ്കിൽ ഹെറേറയെ രക്ഷിക്കാനായാലും, ആദ്യം ഹെറേറയെ രക്ഷിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. അപ്പോഴേക്കും ഹെറേറ ഡിസപ്പിയർഡായി, അപ്രത്യക്ഷമായി. പിന്നെ ആരായിരുന്നു? കാരബെല്ലോ ആൻഡ് കാസ്റ്റിലോ രക്ഷിക്കാൻ നോക്കി. പക്ഷേ അവരും എന്തായി? ഇതേപോലെ പെട്ടെന്ന് അവരെയും കാണാതായി. പിന്നെ ഉണ്ടായിരുന്ന രഞ്ജിഫോ ആയിരുന്നു. രഞ്ജിഫോയുടെ അടുത്തേക്കാണെങ്കിൽ പോകാൻ പറ്റുന്നില്ല. കാരണം രഞ്ജിഫോയുടെ ആ ഭാഗത്തു നിന്നാണ് വരുന്നത്? കാറ്റ് വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന്. അപ്പോൾ ഈ കാറ്റ് വരുന്ന ആ ഭാഗത്തേക്ക് ഈ ചങ്ങാടം കൊണ്ടുപോകുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ വെലാസ്കോയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല.
ആൻഡ് പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു കാഴ്ച എന്തായിരുന്നു, റെഞ്ചിഫോ ആ ഒരു മുങ്ങുന്ന അവസ്ഥയിൽ വിളിക്കുന്നുണ്ടല്ലേ, സിങ്കിങ്, മുങ്ങുന്ന ആ ഒരു അവസ്ഥയിൽ വിളിക്കുകയാണ് ഫാറ്റ്സോ ഫാറ്റ്സോ, തടിയാ തടിയാ. അപ്പോൾ വെലാസ്കോയെ വിളിക്കുകയാണ് ആര്, ഈ റെഞ്ചിഫോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ പറയാനുള്ളത്. ബാക്കി ഇനി ബാക്കിയുള്ള പാരഗ്രാഫുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.